താരിണി പാർവതിയുടെ മരുമകളായി വന്നതിന് ശേഷം എല്ലായിടത്തും ഇപ്പോൾ പാർവതിയോടൊപ്പം താരിണിയെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് പറയണം. പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരപുത്രിയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ താരിണി കരിങ്ങയാർ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഇപ്പോൾ താമസിക്കുന്നത് ജയറാമിനോടൊപ്പമാണ്. കാളിദാസ് ഇപ്പോൾ ഷൂട്ടിന്റെയും മറ്റ് തിരക്കുകളിലുമൊക്കെ തന്നെ നിൽക്കുന്ന സാഹചര്യത്തിലും ഇപ്പോൾ താരിണി എല്ലാ സമയത്തും നിൽക്കുന്നത് പാർവതിയോടൊപ്പമാണ് എന്ന് തന്നെ പറയാം. ചെന്നൈയിലെ ഇവരുടെ വീട്ടിലാണ് ഭൂരിഭാഗം സമയവും താരിണിയുള്ളത്. താരിണിക്ക് ഷൂട്ടും ജോലിയുമുള്ള സമയത്ത് മാത്രമാണ് മാറി നിൽക്കാറുള്ളത്. ചക്കി പോലും ഇത്രയും സ്നേഹത്തിൽ പാർവതിയുടെ കൂടെ നിൽക്കില്ല എന്നാണ് പറയുന്നത്. താരിണി അത്രയും ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയുടെ എല്ലാവിധ സ്നേഹങ്ങളും ലഭിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അത് പ്രേക്ഷകർക്കും നന്നായിട്ടറിയാം. ആരാധകരും അത് ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയണം. ഇപ്പോൾ ഇതാ താരിണി പാർവതിയോടൊപ്പം നിൽക്കുന്ന ചില ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആരാധകർക്ക് അത് മനസ്സിലാകുന്നുമുണ്ട്. ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലും നിറയുന്നതെന്ന് പറയാം. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നത്. താരിണി ഇപ്പോൾ അതീവ സുന്ദരിയായി പ്രേക്ഷകരുടെ മുന്നിൽ നിൽക്കുന്നു. രാവിലെ കുളിച്ചൊരുങ്ങി സാരി ഉടുത്ത് അമ്മയോടൊപ്പം അമ്പലങ്ങളിൽ പോകുന്നത് ഇപ്പോൾ താരിണിക്കുള്ള ഇഷ്ട വിനോദമായി മാറിക്കഴിഞ്ഞു. ക്ഷേത്ര ദർശനം പാർവതിക്കൊരു പതിവാണ്, ജയറാമിനും ഒരു പതിവാണ്. അവരെപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകാറുമുണ്ട്. അത്തരത്തിലൊരു കാര്യമാണ് ഇപ്പോൾ ഉള്ളത്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ഇവരുടെ വാർത്ത. ആരാധകർക്കത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി അത് മാറുകയുമാണ്. ആരാധകർ ഇപ്പോൾ താരിണിയെ ഏറ്റെടുത്തു കഴിഞ്ഞു. താരിണി പുറത്തുനിന്ന് വന്ന കുട്ടിയാണ്. മലയാളി സങ്കല്പവും തമിഴ് സങ്കല്പവും ഒന്നും ചേരില്ല. ഇത്തരത്തിലൊക്കെ തന്നെ നിരവധി പേർ താരിണിയെക്കുറിച്ച് കുറ്റം പറഞ്ഞിരുന്നു. എന്നാൽ താരിണി അങ്ങനെ ഒരു പെൺകുട്ടിയെ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വന്നു കഴിഞ്ഞാൽ കാളിദാസിനോടൊപ്പം തന്നെ കറക്കമായിരിക്കുമെന്ന് കരുതി. എന്നാൽ നോക്കൂ, എപ്പോഴും പാർവതിയോടൊപ്പം തന്നെയാണ്. പാർവതിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു മരുമകൾ തന്നെയാണ്. ചക്കി വിദേശത്താണ്, ചക്കി അരികിലില്ല. ഇവിടെ ഉണ്ടെങ്കിലും അധികം പാർവതിയോടൊപ്പം ജയറാമിനോടൊപ്പം എത്താറില്ല. എന്നാൽ ഇതാ കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോലും പാർവതിയോടൊപ്പം താരിണി എത്തിയിട്ടുണ്ടായിരുന്നു. താരിണി മാത്രമല്ല, താരിണിയുടെ കുടുംബവും എത്തിയിട്ടുണ്ടായിരുന്നു. അന്നത് വാർത്താ പ്രാധാന്യമുള്ളതായി മാറിയിട്ടുണ്ടായിരുന്നു. പാർവതിയുടെ കയ്യും പിടിച്ച് താരിണി നടന്നു പോകുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ അത് ഏറ്റെടുത്തതൊക്കെ ഇപ്പോഴും അവർക്ക് ഓർമ്മയുണ്ട് എന്ന് തന്നെ പറയണം. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ പ്രത്യേകമായി ഏറ്റെടുക്കുന്നു. പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട വാർത്തയെ തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്ന് എടുത്തു പറയണം. ആരാധകർ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആരാധകർ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആരാധകർ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.